ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പുട്ടിനും അപ്പത്തിനും നൂൽപുട്ടിനൊക്കെ പറ്റിയൊരു കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടലക്കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. കടല ഞാൻ രാത്രി തന്നെ വെള്ളത്തിലിട്ടായിരുന്നു. അത് കഴുകിയെടുത്ത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 200 ഗ്രാം കടല കേട്ടോ വെള്ളത്തിലിട്ടത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വെച്ചു. ഒരു 6-7 വിസിൽ കൊടുക്കണം. ഞാനിവിടെ സവോള ഒരു ചെറിയ 2 അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 5-8 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 ചെറിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി നമ്മൾ ഒന്ന് അരച്ചെടുത്തു കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ പേസ്റ്റാക്കി നേരത്തെ തന്നെ വെക്കുക. അപ്പോഴേക്കും നമ്മുടെ കടല വെന്ത് കിട്ടി. കടല നന്നായിട്ട് വേവണം കേട്ടോ. അതാ നോക്കട്ടെ എങ്ങനെ വെന്തിട്ടുണ്ടെന്ന്. നന്നായി വെന്തിട്ടുണ്ട്. കയ്യിൽ വെച്ച് നമ്മൾ വിരൽ വെച്ച് അമർത്തുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കടല ഒരു 3 ടീസ്പൂൺ ഒരു 4 ടീസ്പൂൺ കടല എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് വയ്ക്കാം. ഒന്ന് 2-3 പ്രാവശ്യം ക്രഷ് ചെയ്താൽ മതി. ഒരുപാടൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചു. ഇനി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു സ്പൂൺ ജീരകം, 2-3 കരയാമ്പൂവ്, പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തത് 2 ഏലക്കായ കൂടിയാണ്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ സവോള അരിഞ്ഞു വെച്ചത് ഇട്ട് കുറച്ച് നേരം നന്നായിട്ട് വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു. കടലയിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സവോള ഒരുവിധം വഴന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പിടി നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. ഇങ്ങനെ നാളികേരക്കൊത്ത് ഇട്ടാൽ കടലക്കറിക്ക് ഒന്നുകൂടി സ്വാദ് കൂടും. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. അപ്പോൾ എന്നിട്ട് സവോള നന്നായി വഴന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിലേക്ക് നമ്മൾ അത് മൂത്തപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മല്ലിപ്പൊടി ഒന്ന് നല്ലോണം മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നല്ല മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്ത് മസാല മൂക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് 2 മിനിറ്റ് നേരം ഇളക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ മസാല മൂത്ത് കിട്ടി. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് കടല ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നാളികേരം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് വെന്ത കടല കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടല നേരത്തെ അരച്ച് വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തത് കേട്ടോ. അതോ ഈ വെള്ളത്തിനൊരു കളറ്. എന്നിട്ട് നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഗ്രേവിക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ച് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത്രേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ കടലക്കറി പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിക്കോളൂ. പാകമാണെങ്കിൽ നമ്മുടെ കടലക്കറി റെഡിയായി. കടലക്കറി ഞാൻ വാങ്ങി സെർവിങ് ബോളിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മീതെ കൂടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. അത് ഓപ്ഷനിൽ മാത്രമാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇടുക കേട്ടോ. അപ്പോൾ കടലക്കറിയിലേക്ക് ഞാൻ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള കടലക്കറി തയ്യാറായിക്കണു. ഇനി നമുക്ക് അത് പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പിന്നെ നൂൽപുട്ടിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം. ഞാനിവിടെ നിന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അത് വിളമ്പാണ്. അപ്പോൾ പുട്ടും 2 കഷ്ണം പഴവും ഒരു പാത്രത്തിൽ കടലക്കറി. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയ അഭിപ്രായം പറയുക. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ എഴുതണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്